വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ അധ്യായമാണ്. നമുക്ക് ആ അധ്യായം ഒരാവർത്തി വായിച്ചിട്ട് ഇന്ന് രാത്രി നമുക്ക് ആ വിഷയം ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന് മുമ്പിൽ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുന്നിൽ ഇടും. കഴിഞ്ഞ ദിവസം നമ്മൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ചിന്തിക്കുകയുണ്ടായി. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു എന്നല്ല, സ്വർഗത്തിൽ ഒരു വാതിൽ, എ ഡോർ ഇൻ ഹെവൻ. സ്വർഗത്തിൽ 3-ാം സ്വർഗത്തിന്റെ കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. 3-ാം സ്വർഗത്തിൽ ഒരു പ്രത്യേകമായി വെളിപ്പാട് യോഹന്നാന് കൊടുക്കുകയാണ്. വാതിൽ തുറന്ന് അന്തർമന്ദിരത്തിലെ കാഴ്ച കാണുവാൻ യോഹന്നാനെ അനുവദിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വെളിപ്പെടുത്തി രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമ്മൾ ഓർത്തതുപോലെ ഇവിടം തൊട്ടാണ് മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. 1:19 3ആയിട്ട് വെളിപ്പാട് പുസ്തകത്തെ വേർതിരിച്ചിരിക്കുന്നത്. 3-ാമത്തെ ഭാഗം മേലാൽ സംഭവിപ്പാനുള്ളതാണ്. ഇവിടെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ അത് പറഞ്ഞ് തുടങ്ങുകയാണ്. ആ സംഭവങ്ങൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് 2 അധ്യായങ്ങൾ, 4ഉം 5ഉം അധ്യായങ്ങൾ എടുത്ത് ഈ സ്വർഗത്തിൽ വാതിൽ തുറന്നപ്പോൾ ആ വാതിലിന്റെ ഉള്ളിൽ കണ്ട കാഴ്ച, ദൈവത്തിന്റെ സിംഹാസനവും അവിടെ നടക്കുന്ന ആരാധനയും വാസ്തവത്തിൽ യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയും യോഹന്നാൻ അത് രേഖപ്പെടുത്തുവാനായിട്ട് ദൈവം ഇടയാക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് മേലാൽ സംഭവിക്കുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിലും അനന്തരമായി നടക്കുന്ന സംഭവങ്ങൾ, വളരെ ഭീകരമായ വിപത്തുകളും അനർത്ഥങ്ങളും യുദ്ധങ്ങളും കൊടിതികളും ലോകത്തിൽ സംഭവിക്കുന്നതും പിന്നീട് കർത്താവിന്റെ രാജ്യവും പുതിയ ഭൂമി ആകാശങ്ങളൊക്കെയും വെളിപ്പെടുത്തി അനന്തരമായ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ എന്തിനാണ് ആദ്യം ഈ ദൈവസിംഹാസനം കാണിച്ചെന്നത്? ഒരു ദൈവദാസൻ ഇങ്ങനെ ഓർപ്പിച്ചു, ഹിസ് ബീയിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ ഹിസ് ഡീഡ്സ്. സോ ബിഫോർ ടെല്ലിംഗ് us what he does, the heavenly creatures tell us who he is. അതായത് ദൈവം ആരായിരിക്കുന്നു എന്നതാണ് അവന്റെ സകല പ്രവൃത്തികളുടെയും അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവം നീതിമാനാണ്, സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, ദയാലുവാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ദൈവം ആരായിരിക്കുന്നു എന്നതാണ് ദൈവത്തിന്റെ ഇടപെടലിന് മുഴുവൻ ആസ്പദമായിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഹിസ് ഡീഡ്സ്. ദൈവം ഇടപെടുന്നത് മുഴുവൻ തനാരായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെയും അതിന്റെ മനോഹരമായ ചിത്രമാണ്. ഈ ജീവികൾ, അതായത് കെരൂബുകൾ, ആ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് വാസ്തവത്തിൽ നമുക്കൊരു പ്രത്യേക കാഴ്ചപ്പാട് ഇവിടെ നൽകുകയാണ്. പ്രത്യേകിച്ച് ഈ 4-ാം അധ്യായത്തില് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ സർവാധിപത്യത്തെയുമാണ് ഊന്നൽ കൊടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കുറിച്ച് അവർ പ്രകീർത്തിക്കുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിൽ
യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും. അതിന്റെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ, കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഭേദമായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അബ്സല്യൂട്ട് സോവറിറ്റി, ദൈവത്തിന്റെ സമ്പൂർണമായ സർവ്വാധിപത്യത്തെ 11-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ 8-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഈ അധ്യായത്തിൽ ദൈവം ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ അവൻ വിശുദ്ധനായ ദൈവമാണ്, അവൻ സർവ്വാധികാരമുള്ള സർവ്വാധിപതിയാണ്. ഈ രണ്ട് വിഷയങ്ങൾ ഊന്നി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ പഠനം നടത്തിക്കൊണ്ട് മുന്നോട്ട് ഈ അധ്യായം നമുക്ക് പഠിക്കാം. നോക്കുക, ഈ അധ്യായത്തെ നമ്മൾ ഓർത്തു, യോഹന്നാൻ സ്വർഗത്തിൽ കയറി ചെന്നു, അവിടെ അവന് വേണ്ടി വാതിൽ തുറക്കപ്പെട്ടു. നമ്മൾ 2-ാം വാക്യത്തിൽ, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ ഒരു സിംഹാസനം വചനത്തിൽ അനേക പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാർ 22-19 വാക്യത്തിൽ മീഖായാവ് കാണുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ഈ ദൈവസിംഹാസനത്തെ കുറിച്ചുള്ള വെളിപ്പാട് അവിടെ കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുള്ള ബന്ധത്തിലും ചിന്തിച്ചു നോക്കാം. അതിന്റെ 19-ാം വാക്യത്തിൽ മീഖായാവ് കണ്ടത് വെളിപ്പെടുത്തുകയാണ്. 1 രാജാക്കന്മാർ 22-19. എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക, യഹോവ തന്റെ സിംഹാസനം ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. മീഖായാവ് കാണുകയാണ്, സ്വർഗത്തിൽ സിംഹാസനം ദൈവം ഇരിക്കുന്നു, ഇടത്തും വലത്തുമായി അവന്റെ സൈന്യങ്ങൾ നിൽക്കുന്നത് കാണുന്നു. സങ്കീർത്തനങ്ങൾ 47:8 ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. യെശയ്യാവ് 6:1 വളരെ പരിചയമുള്ള വാക്യമാണ്. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന കണ്ടു. എസെക്കിയേൽ 1:26 ദൈവം വീണ്ടും സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 അധ്യായങ്ങൾ ഒഴിച്ച് 2-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം, 2, 8, 9 ഈ 3 അധ്യായങ്ങൾ ഒഴിച്ച് എല്ലാ അധ്യായത്തിലും ദൈവസിംഹാസനത്തെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവസിംഹാസനമാണ് ഇവിടെയും മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം കാണിച്ചു തന്നത്. ഈ ലോകത്തിൽ അനേക സംഭവങ്ങൾ നടക്കുകയാണ് മേലാൽ സംഭവിക്കാനുള്ള ആ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ. എന്നാൽ ദൈവസിംഹാസനം ലോകത്തിൽ കാണുന്ന എല്ലാ സിംഹാസനത്തെക്കാട്ടിലും ഉയരത്തിലുണ്ട്. ആ സിംഹാസനം സകല സംഭവങ്ങളെയും നിയന്ത്രിക്കുന്നു, ഭരിക്കുന്നു എന്നുള്ളത് വചനത്തിൽ കാണിക്കുന്നത് തന്നെയാണ് ഇവിടെയും നമുക്ക് നൽകപ്പെട്ട വെളിപ്പാട്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം നോക്കാം. അവിടെ ദാനിയേലിന്റെ ദൈവം കാണിച്ചു കൊടുത്ത വെളിപ്പാടിൽ മനോഹരമായിട്ട് ഈ ഭാഗങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പരിചയമുള്ള വാക്യമാണെങ്കിലും നമുക്ക് ആ ഭാഗമെന്ന് നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിച്ച് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നെന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. നെബൂഖദ്നേസർ രാജാവ് കാളയെ പോലെ പുല്ല് തിന്നുവാൻ ഇടയായത് ഇറ്റ് ഈസ് ബൈ ദ ഡിസിഷൻ ആൻഡ് ദ ഡിക്രി ഓഫ് ദ വാച്ചേഴ്സ്. കാവൽ മലാഹമാരുടെ തീരുമാനവും കൽപ്പനയും നിമിത്തമാണ്. അവർ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ദൂതന്മാരാണ്. നമുക്ക് അവരെ കുറിച്ച് പഠിച്ചു നോക്കാം. ഇത് അവരുടെ കൽപ്പന നിമിത്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനും മനസ്സിലാക്കണം, സ്വർഗത്തിലൊരു സിംഹാസനമുണ്ട്, ദൈവം അവിടെ വസിക്കുന്നു, അവൻ സകലത്തെയും ഭരിക്കുന്നു. ജീവനുള്ളവർ അറിയണം, അവനാണ് അധമനെ ഉയർത്തുന്നതും ഉയർത്തുവനെ താഴ്ത്തുകയും ചെയ്യുന്നത്. അതേ അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലും അവസാന ഭാഗത്ത് മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ ധരിച്ച് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്ന 7 കാലം കഴിയും. 26-ാം വാക്യം, വാഴുന്നതോ സ്വർഗമാകുന്നു. വീണ്ടും അതേ അധ്യായത്തിൽ 32-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ ധരിച്ച് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്തെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. നെബൂഖദ്നേസർ രാജാവിനെ പുല്ല് തീറ്റിക്കുവാൻ 7 സംവത്സരം ഇടയായി തീർന്നത് ദൈവിക സിംഹാസനത്തിന്റെ ഭരണത്തെക്കുറിച്ച് ആ അത്യുന്നതനായ മനുഷ്യൻ ആ വലിയവനായ മനുഷ്യൻ മനസ്സിലാക്കുവാനായിട്ടാണ്. സങ്കീർത്തനങ്ങൾ 103:19 നമ്മൾ വീണ്ടും വായിക്കുന്നു, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു.
മനോഹരമായ വാക്യം 103:9 സ്വർഗത്തിൽ ദൈവം തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ ഭരണത്തിന്റെ കീഴിൽ വരാത്ത ഒരു സൃഷ്ടിയുമില്ല, എല്ലാം അവൻ ഭരിക്കുന്നു. ഇത് തന്നെയാണ് പൗലോസും റോമാലേഖനം 13:1 ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ദൈവമക്കളായി നമുക്ക് വളരെ ഉറപ്പുണ്ട്, ഈ ലോകത്തിൽ ഭരണകൂടങ്ങൾ എഴുന്നേൽക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വാളെടുത്ത് ഈ ഭൂമിയിൽ പോരാടാത്തത്. കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിൽ മതസംഘടനകളും മറ്റും നോക്കുക, ചരിത്രങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലങ്ങളിലും അവർക്ക് വേണ്ടി ഒരു ലോകം കെട്ടിപ്പടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിന് തുനിയാത്തതിന്റെ കാരണം, നമ്മൾ ആരോടും എതിർക്കാത്തതിന്റെ കാരണം, സ്വർഗത്തിലൊരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം അനുവദിക്കാതെ ഒരുവൻ ഭരണത്തിലേറുകയോ ഒരുവൻ ഭരണത്തിൽ നിന്ന് മാറുകയോ ചെയ്യില്ല. ദൈവം സകലത്തെയും ഭരിക്കുന്നു. നമ്മൾ സങ്കീർത്തനങ്ങളിൽ ഓർത്തതുപോലെ അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. നാം അവനോട് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അവൻ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു, നിയന്ത്രിക്കുന്നു. അവൻ സർവശക്തനായ ദൈവമാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇത് ലോക രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതങ്ങളിലും വാസ്തവത്തിൽ ഇത് പ്രതിഫലിക്കുന്നതാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. കർത്താവ് ഈ ലോകത്തിൽ പിതാവിനോട് സമത്വമുള്ള കർത്താവ് തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വേഷത്തിൽ തീർന്ന് ഒരു മനുഷ്യനെ പോലെ ജീവിച്ചപ്പോൾ, അവന്റെ ഓരോ ചുവടിലും പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, പിലാത്തോസിന്റെ മുന്നിൽ കെട്ടപ്പെട്ടവനായി ക്രൂശിക്കപ്പെടുവാൻ നിൽക്കുന്ന സന്ദർഭം, അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഏത് മനുഷ്യനും ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. കർത്താവ് മൗനമായി നിൽക്കുകയാണ്. അവിടെ യോഹന്നാന്റെ സുവിശേഷം 19 നമുക്കൊന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 19 പീലാത്തോസ് അവനോട് പറയുന്ന വാക്കുകളും കർത്താവായ യേശുക്രിസ്തുവിന്റെ മറുപടിയും നോക്കുക. 19:10 യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവൻ അധികം പാപമുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തു പോലും പിതാവിനോട് ഉള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യവേഷമെടുത്ത് പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ചൂടിലും ജീവിച്ച് അവസാനം തന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ പീലാത്തോസിന് മുന്നിൽ കെട്ടപ്പെട്ട് നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുന്നു, എനിക്ക് അധികാരമുള്ളവനാണ്, നിന്നെ വിടുവാനും ക്രൂശിപ്പാനും അധികാരമുള്ളവനാണ്. കർത്താവ് പറഞ്ഞ മറുപടി എത്രയോ അനവർത്ഥമായ ആശ്ചര്യ അർത്ഥമുള്ള ഒരു പദമാണെന്ന് നോക്കിയേ. മേലിൽ നിന്ന്, അതിന്റെ 11 മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. സ്വർഗം അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മേൽ യാതൊന്നും ആർക്കും ചെയ്യുവാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞ വാക്ക് നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇത് തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പറഞ്ഞതായിട്ട് നമുക്കറിയാം. 2 ശമൂവേൽ 16 നമ്മൾ കടന്നു വരുമ്പോൾ 2 ശമൂവേൽ 16 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ 2 ശമൂവേൽ 16 ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും വൈഷമ്യമുണ്ടായ ഒരു സന്ദർഭം, ദാവീദ് സിംഹാസനത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സന്ദർഭം, ഏറ്റവും വൈഷമ്യം നിറഞ്ഞ ഒരു സന്ദർഭം ദാവീദിന്റെ ജീവിതത്തിൽ. ആ സന്ദർഭത്തിൽ നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നു, ശിമെയി, ദാവീദിന്റെ ദാസനെ പോലെ കഴിഞ്ഞ ശിമെയി ദാവീദിനെ ശപിക്കുകയാണ്. അവരൊക്കെ ഓർത്തു, ദാവീദ് തീർന്നു, ദാവീദിന്റെ ഫ്യൂച്ചർ തീർന്നു, അവന്റെ ശക്തി തീർന്നു. അവനെ ശപിക്കുകയാണ് ശിമെയി. ശപിക്കുമ്പോൾ ദാവീദ് പറഞ്ഞ വാക്ക് 2 ശമൂവേൽ 16:7 തൊട്ടുള്ള വാക്യം നോക്കാം. ശിമെയി ശപിച്ചുകൊണ്ട് ഈവണ്ണം പറഞ്ഞു, രക്തപാതക നീച പോ, ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്വം നിന്റെ മകനായ അബ്ശലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന് ഫലം നിനക്ക് വന്നു ഭവിക്കും. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി രാജാവിനോട്, ഈ ചത്തനായി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്നവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുമെന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് ആർ ചോദിക്കും എന്ന് പറഞ്ഞു. എന്തൊരു പ്രായോഗിക ജീവിതത്തിൽ അനൂർദ്ധമാക്കേണ്ട കാര്യമാണ്. ദാവീദിന്റെ സൈന്യാധിപനായ അബീശയി അവനെ ശപിക്കുന്ന മനുഷ്യനെ വെട്ടിക്കളയുവാൻ വാളെടുത്തപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കാണ്, യഹോവ അതിനനുവദിച്ചിരിക്കുകയാണ്. ശിമെയുടെ വാക്കുകൾ ഞാൻ കേൾപ്പാൻ യഹോവ അനുവദിച്ചിരിക്കുകയാണ്. നീ എന്തിനാണ്
അവൻ്റെ തലവെട്ടുവാനായിട്ട് തുനിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം സകലത്തെയും ഭരിക്കുന്നു. ലോകത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ പോലും ഭരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഓർക്കും, എന്നെ അത്രമാത്രം ദൈവം ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഈ വലിയ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടവനായ ദൈവം, ഈ സ്വർഗത്തിൽ വസിക്കുന്ന ഈ ഉന്നതനായ ദൈവം എൻ്റെ ചെറിയ കാര്യങ്ങളിൽ തൽപരനോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ടോ എന്ന് ഓർത്താൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അവിടെയാണ് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അവൻ നമ്മളിൽ വളരെ തൽപരനാണ്. അവൻ നമ്മളെ അധികം സ്നേഹിക്കുന്നു. അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നു. അവൻ്റെ കൺമുമ്പിൽ നിന്ന് ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽപ്പാൻ കഴിയില്ല. അവൻ അനുവദിക്കാതെ ഒന്നും ജീവിതത്തിൽ കടന്നു വരില്ല. ഒരു സംഭവം പോലും നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പോലെ ആ തലയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അത് കർത്താവ് അറിയാതെ നിലത്ത് വീഴുന്നില്ല. യേശുക്രിസ്തു ഇത് ആവർത്തിച്ച് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാശിന് 2 കുരുകിൽ വിൽക്കുന്നില്ലയോ? അവയെ പിതാവ് കരുതുന്നുവെങ്കിൽ, പിതാവ് അറിയാതെ അവയിൽ ഒന്നും നിലത്ത് വീഴുന്നില്ലെങ്കിൽ നിങ്ങളെ എത്രയധികം കരുതുന്നു. ഈ വയലിലെ പുഷ്പങ്ങൾ ഇത്ര മനോഹരമായി ദൈവം ചമച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ഓർത്ത് കരുതുകയില്ലയോ എന്നുള്ളതും കർത്താവ് ഓർപ്പിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലുപരി ദൈവത്തിന് നമ്മെക്കുറിച്ചറിയാം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചറിയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെക്കുറിച്ചറിയാം. അവൻ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. അനർത്ഥങ്ങളും മരണങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ നേരെ വന്നിട്ട് അതെങ്ങനെയോ ഇങ്ങനെ മാറിപ്പോകുന്ന കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞേക്കാം, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭാഗ്യവശാൽ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഭാഗ്യമല്ലേ, ദൈവത്തിൻ്റെ ഓവർ റൂളിംഗ് ആണ്, ദൈവത്തിൻ്റെ കരമാണ്. അവൻ്റെ സിംഹാസനം സകലത്തെയും ഭരിക്കുന്നു. ഒരിക്കലും അവൻ അനുവദിക്കാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ല. ഈ ജീവിതത്തിൻ്റെ പ്രയാസവേളകളിലാണ് പലപ്പോഴും ഈ സിംഹാസനം തിരുവചനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തത്. നമ്മൾ അതുകൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാപ്രവചനം 6 നമുക്ക് പരിചയമുണ്ട്. ഇസ്രായേലിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു അസന്നിഗ്ധാവസ്ഥ കടന്നു വന്ന ഒരു സന്ദർഭമാണ്. എന്ത് രാഷ്ട്രത്തിന് സംഭവിക്കുക? രാജാവ് മരിച്ചു കഴിഞ്ഞു, അടുത്തതെന്ത് എന്ന് ചിന്തിച്ചപ്പോൾ ആ പ്രവാചകന്റെ കണ്ണുകളെ തുറന്നിട്ട് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, വാസ്തവത്തിൽ ഈ സിംഹാസനങ്ങൾ മാറുമെന്നാൽ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിട്ടുണ്ട്, അത് മാറ്റപ്പെടില്ലേ. ആ സിംഹാസനമാണ് സകലത്തെയും ഭരിക്കുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവ ഉയർന്നു പൊങ്ങിയ ഒരു സിംഹാസനത്തിൽ കണ്ടു. നമ്മൾ വീണ്ടും വായിച്ചു നോക്കിയാൽ എസെക്കേൽ ബാബേൽ പ്രവാസത്തിൽ കേബാർ നദീതീരത്തിൽ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ എസെക്കേൽ ദൈവസിംഹാസനം കാണുന്നത്. ദാനിയേൽ ബാബിലോണിൽ അടിമയായി പ്രവാസിയായി കഴിയുമ്പോഴാണ് ഈ വീണ്ടും ദൈവത്തിന്റെ സിംഹാസനത്തെക്കുറിച്ചുള്ള ദർശനം കാണുന്നത്. യോഹന്നാൻ പത്മോസിൽ നാടുകടത്തപ്പെട്ട ഒരു അഭയാർത്ഥിയെ പോലെ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഈ വെളിപാട് ദിവസം 4-ാം അധ്യായത്തിലെ ദൈവസിംഹാസനത്തെ കാണിച്ചു കൊടുക്കുന്നത്. ഈ സന്ദർഭം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിന്റെ സഭകൾ കടന്നുപോയ പീഡകൾ, റോമൻ ചക്രവർത്തിമാർ അവരെ ആക്രമിച്ച് ഒരുപാട് പീഡകൾ അവർ കഴിച്ചുവിട്ടപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ സിംഹാസന സകലത്തെയും ഭരിക്കുന്നുണ്ട്. നമുക്ക് അബ്സല്യൂട്ട് സോവറൈൻ ഗോഡ്, സർവാധിപനായ ഒരു ദൈവം നമ്മുടെ ഭരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആദ്യമേ ഓർത്ത പോലെ ഹിസ് ബീയിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഹിസ് ഡീഡ്സ്. അവൻ ആരായിരിക്കുന്നു എന്നതാണ് അവൻ്റെ സകല ഇടപെടലിൻ്റെയും വാസ്തവത്തിൽ ആധാരമായിരിക്കുന്നത്. ഞാൻ പണ്ടൊരിക്കൽ കേട്ട ഒരു ടേപ്പിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പലപ്പോഴും അത് ഓർമ്മ വരാറുണ്ട്. ജീവിതത്തിൻ്റെ വിഷമങ്ങളിൽ വൈഷമ്യങ്ങളിലൊക്കെ നമ്മൾ മറന്നു പോകുന്നു ഈ സിംഹാസനത്തെക്കുറിച്ച്. ദൈവം ഭരിക്കുന്നുവെന്നുള്ളത് പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ട്. ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, താൻ പറഞ്ഞൊരു ദൃഷ്ടാന്തം, ഒരു ചെറിയ പൈസ, ഒരു ചില്ലിക്കാശ്, ഒരു പൈസ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു നാണയമെടുത്ത് എൻ്റെ കണ്ണിനോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഇരുട്ട് വരുമ്പോൾ വേണേ എനിക്ക് പറയാം സൂര്യൻ ഉദിച്ചിട്ടില്ലേ, പക്ഷെ ആ സൂര്യൻ അവിടെയുണ്ട്. ആ നാണയം എൻ്റെ കണ്ണിനോട് ചേർത്ത് പിടിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും എന്ന് ആ ദൈവദാസൻ പണ്ട് പ്രസംഗിച്ചത് അനേക നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടത് മനസ്സിൽ കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ദൈവം വാസ്തവത്തിൽ അനുവദിക്കുന്നില്ല എന്നുള്ളതാൽ ദൈവം അനുവദിച്ചിട്ടാണ് അത് കടന്നു വരുന്നത്. സഭാ പ്രശ്നങ്ങൾ വരുന്നത്, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ ദൈവം നന്മയ്ക്കാണ്. അതിൻ്റെ ആത്യന്തിക ഫലങ്ങളൊന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നില്ല. സഭാജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ
ദൈവത്തിന്റെ കരം നമ്മൾ റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഇതെല്ലാം നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കുക. നമ്മൾ ആ സിംഹാസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ ആ സിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിലിരിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. ഒന്ന് നോക്കിയാട്ടെ. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശം, സിംഹാസനത്തിന് ചുറ്റിലും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ചവില്ലേ. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് പറയുന്നില്ലേ? സിംഹാസനത്തിൽ നമ്മൾ യോഹന്നാൻ കാണുന്നത് ഇരിക്കുന്നവൻ 1-2 വജ്രങ്ങളുടെ നിറങ്ങൾ പറഞ്ഞു, പത്മരാഗവും സൂര്യകാന്തവും ഒക്കെ പറഞ്ഞിട്ട് അതിനോട് സദൃശ്യം എന്ന് പറയുകയാണ്. നമ്മൾ വചനത്തിൽ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ദൈവം ആത്മാവാണ്. 1 തിമോഥെയോസ് 6-ാം അധ്യായം, പുതിയ നിമിത്തം തന്നെ നമുക്ക് വായിക്കാം. 6:16 വാസ്തവത്തിൽ ഈ വെളിപ്പാടിനെ കുറച്ചുകൂടെ പൂർത്തീകരിച്ചു തരുന്ന ഒരു വെളിപ്പാടാണ്. 1 തിമോഥെയോസ് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാതെ വണ്ണം കാണാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. 104-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. 102-ാം സങ്കീർത്തനം 2-ാം വാക്യം, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 1:5 ഈ വെളിപ്പാട് കണ്ട യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ലേ. എസെക്കിയേലിൽ സിംഹാസനം ഇരിക്കുന്ന ദൈവത്തെ എസെക്കിയേൽ കണ്ടത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ പറഞ്ഞ വെളിപ്പാടിനോട് വാസ്തവത്തിൽ അത് തന്നെയാണ് എസെക്കിയേലും കാണുന്നത്. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം, എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം നമുക്ക് നോക്കാം. എസെക്കിയേൽ 1 അതിന്റെ 26 തൊട്ട് 28 വരെ ദൈവസിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ 27-ാം വാക്യം, അവന്റെ അര മുതൽ മേലോട്ടും അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശമുണ്ടായിരുന്നു. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ ഖേബാർ നദീതീരത്ത് വെച്ച് ബാബേൽ പ്രവാസത്തിൽ എസെക്കിയേൽ കാണുമ്പോഴും നോക്കുക, അവന്റെ അര മുതൽ മേലോട്ട് ചുറ്റും തീക്കൊത്ത ശുക്ലം പോലെ, അരയ്ക്ക് താഴോട്ട് കീഴെ തീ പോലെ, അവന്റെ ചുറ്റും പ്രകാശം. യോഹന്നാൻ കാണുമ്പോൾ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സൂര്യകാന്തം, ജാസ്പർ എന്ന് പറയുന്ന ആ വജ്രത്തിന്റെ നിറം എന്ന് പറയുന്നത് വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ്. വെട്ടിത്തിളങ്ങുന്ന പ്രകാശം, വെണ്മ നിറഞ്ഞ വെട്ടിത്തിളങ്ങുന്ന ശോഭിക്കുന്ന, നമ്മൾ കണ്ണാടിയൊക്കെ എടുത്ത് ഈ സൂര്യനിൽ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായ അസഹനീയമായ പ്രകാശം ഇങ്ങനെ വെട്ടിപ്പോകുന്ന പോലെ കാണുന്നു. ജാസ്പറിന്റെ വെളിച്ചം, സൂര്യകാന്തത്തിന്റെ വെളിച്ചം, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് അസഹനീയമായ വിധത്തിൽ പ്രകാശം വെട്ടിത്തിളങ്ങുന്ന ഒരു വജ്രമാണ് ജാസ്പർ. എന്നാൽ പത്മരാഗം എന്ന് പറയുന്നത് ബ്ലഡ് റെഡ് കളറാണ്, ചോരയുടെ ചുവന്ന നിറത്തിൽ വെട്ടിത്തിളങ്ങുകയാണ്. ഈ 2 നിറങ്ങളാണ്. ഇത് രണ്ടുമല്ലേ എസെക്കിയേൽ കണ്ടത്? അര മുതൽ മേളോട്ട് തീക്കൊത്ത ശുക്രം, താഴോട്ട് തീ പോലെ, ചുറ്റും പ്രകാശം വെട്ടിത്തിളങ്ങുകയാണ്. ഈ 2 നിറങ്ങൾ ദൈവത്തിന്റെ 2 മഹത്വപൂർണമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവന്റെ ഗ്ലോറിയും പ്യൂരിറ്റിയും, അവന്റെ മഹത്വവും വിശുദ്ധിയും. 2, അവന്റെ നീതിയും വീണ്ടെടുപ്പും. ഇത് രണ്ടും ഈ പ്രകാശത്തെ വരച്ചു കാണിക്കും. ആ മഹാപുരോഹിതൻ ധരിക്കുവാൻ പറഞ്ഞ മാർവിലും ഈ 2 കല്ലുകളെ കാണുന്നുണ്ട്. പുത്തൻ യെരൂശലേമിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ഈ കല്ലുകളെ കാണുന്നുണ്ട്. ഇത് അത് മാത്രമല്ല, അവിടെ രേഖപ്പെടുത്തി അവന്റെ ചുറ്റും പച്ച വില്ലുണ്ട്. മരതകത്തോട് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ പച്ചവില്ലുണ്ട്. നമ്മളിത് എസെക്കിയേലിന്റെ കാഴ്ചയിലും കാണുന്നുണ്ട്. എസെക്കിയേൽ 1:28 വായിച്ചു നോക്കാം. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ ആ കാഴ്ച, ദൈവത്തിന്റെ കാഴ്ച കാണുമ്പോൾ എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു, അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. നോക്കുക, എസെക്കിയേൽ കാണുമ്പോഴും ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലും മഴയിൽ കാണുന്ന, മേഘത്തിൽ കാണുന്ന വില്ലുപോലെ കാഴ്ചയുണ്ടായിരുന്നു. ഇവിടെ യോഹന്നാൻ കാണുമ്പോഴും കാഴ്ചയ്ക്ക് പച്ച, മരതകത്തിനൊത്ത പച്ച വില്ല്. നമുക്ക് വളരെ പരിചയമുണ്ട്.
ഉൽപ്പത്തി പുസ്തകം 9:12-17 വരെ വായിച്ചാൽ ദൈവം എന്തിനാണ് വില്ല് ആകാശത്ത് വെച്ചത്? മഴവില്ല്, മനുഷ്യനോട് ചെയ്ത ഉടമ്പടി. അവനെ ദൈവം ഓർക്കുന്നെന്നും അവനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. വെള്ള സിംഹാസനം, പാപികളെ ന്യായം വിധിക്കുന്ന സിംഹാസനം. ആ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുമ്പോൾ അവിടെ അവന്റെ സിംഹാസനത്തിന്റെ ചുറ്റും വില്ലുകൾ കണ്ടിട്ടില്ലേ? പച്ചവില്ലോ ആ മഴയിൽ കാണുന്ന വില്ല് പോലെയുള്ള വില്ലോ. പാപികളെ ന്യായം വിധിക്കുമ്പോൾ ആ വില്ല് സിംഹാസനത്തിന് ചുറ്റിലുമില്ല. എന്നാൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നാം കാണുന്നിടത്ത് ദൈവീയ സിംഹാസനത്തിന്റെ ചുറ്റിലും ഈ വില്ലുണ്ട്. അവൻ മനുഷ്യനോട് കൃപയും കരുണയും അവന്റെ ഉടമ്പടികളും പാലിക്കുന്ന കരുണയുള്ള ദൈവമാണ്. പീഡന കാലഘട്ടത്തിൽ പോലും, അന്തിക്രിസ്തു വാഴുന്ന കാലഘട്ടത്തിൽ പോലും, മേലാൽ സംഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ പോലും ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്ന ദൈവമക്കളോട് വലിയൊരു സമൂഹം ആ വിധത്തിൽ അവനെ അനുസരിച്ച് മരിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാകുമ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ കരുണ ഓർപ്പിക്കുന്നതാണ് ഈ വില്ല് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഈ സിംഹാസനത്തെ കുറിച്ച് വീണ്ടും നോക്കുക. 5-ാം വാക്യത്തിൽ സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും. വീണ്ടും എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അവിടെ ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. നോക്കുക, ആ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവസിംഹാസനം, തീയും, അവിടെ നമ്മൾ വായിക്കുന്നു മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടു. പുറപ്പാട് 19:16 സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഇടിമുഴക്കം, മിന്നല് ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എബ്രായത്തിൽ വായിക്കുന്ന മോശ പോലും പേടിച്ചു വിറച്ചിട്ട് ഇനി ആ കാഴ്ച കാണരുത് എന്നാവശ്യപ്പെട്ടു. എബ്രായർ 12:21 വായിക്കുന്നുണ്ട്. എന്താണ് ദൈവസിംഹാസനം വെളിപ്പെടുത്തുമ്പോൾ? സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങിയപ്പോൾ അവിടെ ഭൂമി കുലുങ്ങുന്നു, മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സർവശക്തി, ദ എക്സ്പ്രഷൻ ഓഫ് ആൻഡ് ദ പ്രസൻസ് ആൻഡ് ദ പവർ ഓഫ് ഓൾമൈറ്റി. യെസ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി. ഒമിനിപൊട്ടന്റ് ഗോഡ്, സർവശക്തനായ ദൈവം, അവന്റെ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും അത് കണ്ടിട്ട് അവിടെ നിൽപ്പാൻ കഴിയില്ലേ. അവന്റെ ശക്തി, അവന്റെ വലിപ്പം. ആരാണ് അവൻ? ദൈവമാണ്, സകലത്തിന്റെ ഉടയവനായ ദൈവം. ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ ആയിരിക്കുന്നതും ഈ നക്ഷത്രജാലങ്ങൾ മുഴുവൻ അതാ അതിന്റെ പന്ഥാവിൽ ചലിക്കുന്നതൊക്കെ അവൻ ആരായിരിക്കുന്നു എന്ന കാരണത്താലാണ്. കൊലോസ്യ ലേഖനത്തിൽ കർത്താവിനെ കുറിച്ച് വായിക്കുന്നു, അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ടെന്ന് മാത്രമല്ല അവന്റെ ശക്തിയുള്ള വാക്കാൽ സകലത്തെയും വഹിക്കുന്നു. ഒരു ആറ്റമിനകത്ത് ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, അത് പിടിക്കപ്പെട്ടിരിക്കുന്ന പോലെ ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ അത് അതിൽ തന്നെ നിൽക്കുന്ന പോലെ ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ അത് നിൽക്കുന്നു, അത് ചലിച്ചു പോകാൻ നിൽക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശക്തിയുള്ള വാക്കാൽ വഹിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, അവൻ ആരാണ്? നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പലപ്പോഴും ആ വളരെ ലാഘബുദ്ധിയോടുകൂടെ ദൈവസേനയിൽ വന്നിരിക്കാറുണ്ട്. അവന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ലേ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനെന്ന് മാത്രമല്ലേ, അവന്റെ ശക്തിയുള്ള വാക്കാൽ വഹിക്കണമെങ്കിൽ അവൻ എത്ര വലിയ ദൈവമാണ്. അവന്റെ ശക്തിയുടെ വലിപ്പം എത്ര വലുതാണ്. അവന്റെ സിംഹാസനത്തിൽ നിന്ന് അവന്റെ ശക്തിയുടെ പുറപ്പാടാണ്, വെളിപ്പാടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തിരുവചനത്തിൽ ഇനി അനേക ഭാഗത്ത് അത് കാണിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സൗരീശ്വരന്മാരെ, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നാം മറന്നുപോകാതെ എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. നാം സ്നേഹിക്കുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം, അവൻ എത്ര വലിയവനാണ് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ അവന്റെ മുന്നിൽ ആ പ്രസൻസ് മനസ്സിലാക്കിയവരൊക്കെ കവിണ്ണു വീണ് നമസ്കരിക്കുകയായിരുന്നു. അവരൊക്കെ തൻ്റെ സന്നിധിയിൽ വീഴുകയായിരുന്നു. ഇവിടെയും നമ്മൾ അത് തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യത്തിലെ എന്നേക്ക് ജീവിച്ചിരിക്കുന്നതിന് മുന്നിൽ അവരെ കുനിഞ്ഞ് അവൻ്റെ മഹത്വങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അവനെ ആരാധിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിലെ ഒരു പ്രശ്നമുഖിതമായ ഒരു പ്രശ്നത്തെ കാണാൻ പോവുകയാണ്. ഈ സിംഹാസനം വെളിപ്പെടുത്തിയപ്പോൾ നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ അടുത്തായിട്ട് വായിക്കുന്നത് സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനം ഇരിക്കുന്ന
24 മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടവും ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന 24 സിംഹാസനം. ഇത് ആരാണ് എന്ന് ഒരു തർക്കം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ദൂതന്മാരാണ് എന്ന് പറയുന്നവരുണ്ട്. ഇത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരാണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പലവിധമായ വ്യാഖ്യാനങ്ങൾ. 12 ഗോത്രങ്ങളിലെ 12 തലവന്മാരും 12 അപ്പോസ്തലന്മാരുമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെ വിവിധമായ വ്യാഖ്യാനങ്ങൾ ഇതുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവരാരാണെന്ന് ഒരു ചെറിയ പഠനം നടത്തിയെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇത് ദൂതന്മാരല്ല. ഇത് ദൂതന്മാരല്ല. ദൂതന്മാരല്ല എന്ന് പറയാൻ കാരണം എന്താ? വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, 1 രാജാക്കന്മാർ 22:19 നമ്മൾ വായിച്ചപ്പോൾ, യഹോവ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തുമായി നിൽക്കുന്നത് ഞാൻ കണ്ടു. ദൈവദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്, അവർ ഇരിക്കില്ല. ലൂക്കോസ് 1:19 ഗബ്രിയേലിനോട് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഐ ആം ഗബ്രിയേൽ ദാറ്റ് സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ലൂക്കോസ് 1:19. ഈ ദൂതന്മാർ ദൈവസന്നിധിയിൽ ഇരിക്കില്ല. വചനത്തിൽ ഒരൊറ്റ ഭാഗത്ത് പോലും എത്ര ശക്തി കൂടിയ ദൂതനാണെങ്കിലും ഗബ്രിയേലാണെങ്കിലും മീഖായേലാണെങ്കിലും അവരാരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നതായി വചനത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അവർ ദൈവസന്നിധിയിൽ ഇരിക്കുകയല്ല, വെളിപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. നിൽക്കുക മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സെറാഫിംസ്, അതായത് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തില് സെറാഫുകൾ അവിടെ നോക്കുക, പറന്നിട്ട് ദൈവത്തിന്റെ മുഖത്തോട്ട് പോലും നോക്കാൻ അവർ തുനിയുന്നില്ല. അവരുടെ ഉള്ള 6 ചിറക് കൊണ്ട് 2 മുഖം മറച്ചിരിക്കുകയാണ്. പഴയ നിയമ നമ്മൾ സമാഗമന കൂടാരം പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തു, ദൈവത്തിന്റെ പ്രസൻസ് അതിപരിശുദ്ധ സ്ഥലത്ത് ശേഖന്നാ ഗ്ലോറിയിൽ വെളിപ്പെട്ടപ്പോൾ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ ഒരു ദിവസം അവിടെ പ്രവേശിക്കുമ്പോൾ മഹാപുരോഹിതൻ നേരെ ആ ശേഖന്നാ ഗ്ലോറിയെ നോക്കാറില്ലേ? അവൻ പുക കൊണ്ടവിടെ മറച്ച് അവന്റെ മുഖം അവിടോട്ട് നോക്കാതെ മറച്ചുകൊണ്ടാണ് അവൻ പഴയ നിയമത്തിൽ പോലും അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവസന്നിധിയിൽ അവൻ കയറിയത്. ദൈവം മോശയോട് പറഞ്ഞില്ലേ, എന്നെ കണ്ടിട്ട് ആർക്കും ജീവിച്ചിരിക്കാൻ കഴിയില്ലേ? നമുക്ക് നമ്മുടെ ചിന്തയിൽ നിന്ന് അതീതമാണ് ആ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിലെ ദൂതന്മാർ പോലും അവന്റെ സന്നിധിയിൽ ഇരിക്കില്ല. അപ്പോൾ ഇവിടെ 24 മൂപ്പന്മാരെ അവിടെ ഇരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവരുടെ തലയിൽ പൊൻകിരീടമുണ്ട്. ആ കിരീടത്തിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്റ്റെഫാനോസ് എന്നാണ്. സ്റ്റെഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം വിക്ടേഴ്സ് ക്രൗൺ, വിജയാളിയുടെ കിരീടം എന്നാണ്. വെളിപാട് പുസ്തകം 4:10 വാക്യത്തിലെ 4:10 24 മൂപ്പന്മാരെ സിംഹാസനിക്കുന്നതിന് മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്ന നമസ്കാരം, കർത്താവേ നീ സർവ്വ സൃഷ്ടിച്ചവനും നിന്റെ ഇഷ്ടം ഏതുമായി ഉണ്ടാക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിലിട്ടു. നമ്മള് പരിചയമുള്ള കാര്യമാണ് കിരീടങ്ങൾ പ്രതിഫലത്തിനായി പറഞ്ഞിരിക്കുന്നത്. ബൈബിളില് പുതിയ നിയമത്തിൽ 2 പദം ഉപയോഗിച്ചിട്ടുണ്ട്, ഡിയാഡം എന്നും സ്റ്റെഫാനോസ് എന്നും. ഡിയാഡം എന്ന പദം രാജകീയ കിരീടത്തിനാണ്. യേശുക്രിസ്തുവിന്റെ ശിരസിലിരിക്കുന്ന കിരീടത്തിന് ഡിയാഡം അല്ലെങ്കിൽ രാജകീയ കിരീടം എന്ന് പറയുമ്പോൾ, വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം സ്റ്റെഫാനോസ് ആണ്, വിക്ടേഴ്സ് ക്രൗൺ ആണ്, വിജയാളിയുടെ കിരീടമാണ്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? പരിശോധനകള്, പ്രലോഭനങ്ങള്, പ്രതിബന്ധങ്ങള്, പോരാട്ടങ്ങള്, അവയൊക്കെ അതിജീവിച്ച് ജയിക്കുമ്പോൾ, ജയിച്ചു വന്നതിന്റെ വിജയിച്ചതിന്റെ അടയാളമായി ഹാൻഡ് ഓവർ ചെയ്യുന്ന കിരീടങ്ങളാണ് ഈ സ്റ്റെഫാനോസ്. അപ്പോൾ ഒരു പോരാട്ടവും ഒരു പ്രതിബന്ധങ്ങളും കടന്നുപോയി വിജയിച്ചു വരുന്നവർക്കാണ് ഈ കിരീടങ്ങൾ. ഇവരുടെ ശിരസിൽ ഈ കിരീടങ്ങൾ ഉള്ളപ്പോൾ ദൂതന്മാരങ്ങനെ ഒരിക്കലും പ്രലോഭനങ്ങളിലും പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും പരിശോധനകളിലും കൂടെ കടന്നു വന്ന് കിരീടങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് മേടിച്ചിരിക്കുന്നവരല്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. എന്നാൽ ഇതുള്ളത് ആർക്കാണ്? ദൈവജനത്തിനാണ്, വിശ്വസ്തന്മാരായി ജീവിക്കുന്ന ദൈവമനുഷ്യർക്കാണ്. അവരാണ് ഈ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഈ വിധത്തിലുള്ള പ്രലോഭനങ്ങളെ ജയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട കിരീടങ്ങൾ തരുന്നത്. അതുകൊണ്ട് രണ്ടാമത് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്, ഇത് ദൂതന്മാരല്ല, ഇത് ദൈവ ജനമാണ്. അവർ പോർക്കളത്തിൽ പോരാടി ജയിച്ചു വന്ന ദൈവജനമാണ് എന്നുള്ളതാണ്. ഇനിയും ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു പാട്ട്
ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇവർ പാടുന്ന പാട്ട് 5-ാം അധ്യായത്തിൽ പറയുന്നു. നീ അറുക്കപ്പെട്ടു, 9-ാം വാക്യം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഭൂമിയിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരാക്കി വെച്ചു. അത് ഭാഷയുടെ പഠനം നടത്തിയിട്ടുള്ള ദൈവദാസന്മാർ ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അവർ പാടുന്ന പാട്ട്, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. ദൂതന്മാരെ അങ്ങനെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ടില്ലേ? രക്തം കൊടുത്ത് ദൂതന്മാരെ ഒരിക്കലും വിലയ്ക്ക് വാങ്ങിയിട്ടില്ല. വിലയ്ക്ക് വാങ്ങപ്പെട്ടത് ദൈവസഭയാണ്. ഇവിടെ ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കിയാൽ വെള്ള ധരിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ സഭയ്ക്ക് സർദി സഭയോട് ദൂത് പറഞ്ഞിരുന്നു, കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്നു. 3-ാം അധ്യായത്തിന് 4-5 വാക്യം, വെളിപാട് 3-ന്റെ 4-5 വാക്യത്തില് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. അപ്പോൾ അവിടെ അവർക്ക് കിരീടങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അവർക്ക് വെള്ള വസ്ത്രം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ സിംഹാസനിരിക്കുന്ന ഇവർ വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവരുടെ ശിരസിൽ കിരീടങ്ങളുണ്ട്. അവർ പാടുന്ന പാട്ടിൽ ഞങ്ങളെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി, നിന്റെ രക്തം കൊണ്ട്. ദൂതന്മാരെ വിലയ്ക്ക് വാങ്ങിയിട്ടില്ല. ഇനിയും ഇവിടെയുള്ള ഒരു പ്രശ്നം, ഇത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും കൂടെയാണോ? നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ദൂതന്മാരല്ല, ഇത് ഭൂമിയിൽ നിന്ന് തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ, പോരാട്ടത്തിൽ കൂടെ കടന്നുപോയി വിജയിച്ചു വന്ന ദൈവജനമാണ് ഇതെന്നുള്ളതാണ്. എന്നാൽ അടുത്ത പ്രശ്നം, ഇത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും കൂടാണോ? പുതിയ നിയമ വിശുദ്ധന്മാരെ പ്രതിനിധീകരിക്കുന്ന 12 അപ്പോസ്തലന്മാരും പഴയ നിയമത്തിൽ നിന്ന് 12 പേരും കൂടെയാണോ ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണോ ഈ ഇരിക്കുന്ന 24? അങ്ങനെയാണെങ്കിൽ കണക്ക് കൃത്യമാണല്ലോ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. ദൈവസഭയുടെ പുനരുദ്ധാനമേ നടന്നിട്ടുള്ളൂ. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം നടക്കുന്നത് പീഡന കാലഘട്ടം കൂടെ കഴിഞ്ഞ ശേഷമേ പുനരുദ്ധാനം പ്രാപിക്കുകയുള്ളൂ. വചനത്തിൽ നിന്ന് തെളിയിച്ചു തരുവാനായിട്ട് എനിക്ക് സാധിക്കും. വളരെ സിമ്പിളായിട്ട് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം പുതിയ നിയമ വിശുദ്ധന്മാരോട് ചേർന്നല്ല എന്നുള്ളത് തെളിയിപ്പാനായിട്ടുള്ള ഒരു വാക്യം, ഒരു ഭാഗം ഈ 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മീഖായേൽ പ്രഭു എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അത് യാക്കോബിന്റെ കഷ്ടകാലമാണ്. യെരമ്യാവ് 30:7 പറയുന്ന കഷ്ടകാലമാണ് യാക്കോബിന്റെ കഷ്ടകാലം. പീഡന കാലഘട്ടമാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കഷ്ടകാലം ഉണ്ടാകും. മത്തായി 24:21 യേശുക്രിസ്തു പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമുണ്ടാകും. അതും പീഡന കാലഘട്ടമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിത്യ കൊള്ളുന്ന പലരും, ചിലർ നിത്യജീവനായും ചിലർ രക്ഷയ്ക്കായും നിത്യദണ്ഡയ്ക്കുമായി ഉണരും. അപ്പോൾ ഇവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ജനം, അതായത് ഇസ്രായേൽ ജനം, പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും. നിലത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പലരും എഴുന്നേൽക്കും, ഉണരും, അല്ലെങ്കിൽ പുനരുത്ഥാനം സംഭവിക്കും. എപ്പോഴാണ്? മീഖായേൽ പ്രഭു എഴുന്നേൽക്കുന്ന സന്ദർഭം. ആ കാലത്ത് യാക്കോബിന്റെ കഷ്ടകാലം, പീഡന കാലഘട്ടം, എതിർപ്പുകൾ, വലിയ അന്തിക്രിസ്തു വാഴുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട 2 കാര്യം: 1 രക്ഷ പ്രാപിക്കും, 2 പുനരുദ്ധാനം സംഭവിക്കും. ഇവിടെ നമുക്കിത് മനസ്സിലാക്കാൻ എളുപ്പം. രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ മെനി ഷാൽ ബി ഡെലിവേർഡ്, വിടുവിക്കപ്പെടും. എവിടെ നിന്ന് വിടുവിക്കപ്പെടും? എവിടെ നിന്നാണ് വിടുവിക്കപ്പെടുന്നത്? ഈ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുഴുവൻ അന്തിക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 11-ാം അധ്യായത്തിന്റെ അവസാനം ഇസ്രായേലിന് എതിരായിട്ട് എഴുന്നേൽക്കുന്ന അന്തിക്രിസ്തു, ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ, പ്രതിബന്ധങ്ങൾ. ഈ 12-ാം അധ്യായത്തിലും പറഞ്ഞു, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിക്കാത്ത കഷ്ടകാലം ഉണ്ടാകും. ഈ കഷ്ടകാലത്തിൽ നിന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മെനി ഷാൽ ബി ഡെലിവേർഡ്. ആ ഡെലിവേർഡ് എന്നുള്ളതാണ് മലയാളത്തിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഇസ്രായേൽ അന്തിക്രിസ്തുവിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴാണ്. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്
കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മടങ്ങി വന്ന് തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒടുക്കിക്കളയും. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്ന് മെനി ഷാൽ ബി ഡെലിവേർഡ്. അനേകർക്ക് വിടുതൽ ലഭിക്കും. കഷ്ടപ്പെട്ട് പീഡയുടെ മധ്യത്തിൽ അവർ കഷ്ടങ്ങൾ അനുഭവിച്ച് നിൽക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്ന് അവർക്ക് വിടുതൽ കൊടുക്കുമ്പോൾ അനേകർ നിദ്ര പ്രാപിക്കുന്ന പലരും എഴുന്നേൽക്കും. ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കും. എന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം പീഡന കാലഘട്ടത്തിന്റെ അവസാനത്തിൽ യേശുക്രിസ്തു വന്ന് അവർക്ക് വിടുതൽ കൊടുക്കുമ്പോഴാണ് എന്നുള്ളത് തെളിയിക്കാൻ സാധിക്കും. യെശയ്യാവ് 26:19 വേറെ തെളിവുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സംശയമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ യോഹന്നാൻ 11:24 പഠനങ്ങളെ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ വീണ്ടും നമുക്കറിയാം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, those who have died in Christ, അവർ പുനരുദ്ധാനം പ്രാപിക്കും. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട പദവി പഴയ നിയമ വിശുദ്ധന്മാർക്കോ ഇനി സഹസ്രാബ്ദ കാലത്തെ വിശുദ്ധന്മാർക്കോ ലഭിച്ചിട്ടില്ല. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന പദം പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ആത്മസ്നാനത്താൽ ക്രിസ്തുവിന്റെ ശരീരമാക്കി നമ്മളെ തീർത്തപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് അനവർത്ഥമാകുകയാണ്. അന്ന് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമെന്ന് അന്നറിയും. യു ഇൻ മീ ആൻഡ് ഐ ഇൻ യു. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. യേശുക്രിസ്തു നമ്മളിൽ കടന്നു വന്നത്, നാം അവനിലായി മാറിയത്, രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനത്താൽ നമ്മളെ ദൈവസഭയുടെ അംഗമാക്കിയപ്പോൾ ആ പദവി മറ്റൊരു യുഗത്തിലുമുള്ള ഒരു വിശുദ്ധന്മാർക്ക് ലഭിച്ചിട്ടില്ല. പുതിയ നിയമസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, അവന്റെ കാഹളധ്വനിയിൽ ദൈവസഭ പെന്തിക്കോസ്ത് പെരുന്നാൾ തുടങ്ങി യേശുക്രിസ്തു വരുന്നതുവരെ മരിച്ചുപോയ വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിക്കുകയും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ സ്വർഗത്തിൽ എടുത്തോളപ്പെടും. അതുകൊണ്ട് ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം കഴിഞ്ഞിട്ടല്ല ഈ സിംഹാസനത്തിന്റെ ചുറ്റിലും ഇരിക്കുന്ന 24 സിംഹാസനത്തെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പുതിയ നിയമ വിശുദ്ധന്മാരാണ്. ഇനി ഒരു സംശയം, എന്തുകൊണ്ടാണ് ഇത് 24 സിംഹാസനമായത്? വാക്യങ്ങൾ അധികം എടുക്കാതെ ഞാൻ ഓർപ്പിക്കട്ടെ. സംഖ്യാപുസ്തകം 24 അധ്യായം എടുക്കുമ്പോൾ 1 ദിനവൃത്താന്തം 24 ആദ്യത്തെ 4 വാക്യവും 19 വാക്യവും വായിക്കുമ്പോൾ വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് എടുത്തു നോക്കാം. 1 ദിനവൃത്താന്തം 24 എടുക്കാം. ഫസ്റ്റ് ക്രോണിക്കൽസ് 1 ദിനവൃത്താന്തം അതിന്റെ 24 അധ്യായം, അതിന്റെ 1 തൊട്ട് 4 വരെ. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ ആഹാബിന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലിയാസാർ. ഈഥാർ, നാദാബ്, അബീഹുവും അവരുടെ അപ്പനു മുമ്പ് മരിച്ചുപോയ അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലിയാസാറും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലിയാസാറിന്റെ പുത്രന്മാരായ സാദോക്ക്, ഈഥാമാരിന്റെ പുത്രന്മാർ അഹിമേലേക്ക് എന്നിവരുമായി അവരുടെ ശുശ്രൂഷയ്ക്ക് മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിന്റെ പുത്രന്മാരുള്ളതിനേക്കാൾ എലിയാസാറിന്റെ പുത്രന്മാർ അധികം തലവന്മാർ കണ്ടതുകൊണ്ട് എലിയാസാറിന്റെ പുത്രന്മാരിൽ 14 പിതൃഭവന തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന വിഭാഗിച്ചു. എലിയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദൈവത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുപോലെ അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. 19 വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായി യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ട ക്രമം ഇതായിരുന്നു. ഇവിടെ നോക്കുക, ആ ക്രമീകരണം നോക്കുക. ആ ക്രമീകരണത്തിൽ 4 വാക്യത്തിന്റെ അവസാനം നോക്കി. പിതൃഭവന തലവന്മാരായി അവരെ വിഭാഗിക്കുമ്പോൾ 16, അതായത് എലിയാസാറിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരും. 16 വെട്ടു എത്രയായി? 16, 17, 18, 19, 20, 4, 24. അപ്പൊ 24 പിതൃഭവന തലവന്മാരെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചിട്ട് അവരുടെ കീഴിൽ അവരുടെ പുത്രന്മാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ആ ഒരു ക്രമീകരണം ചെയ്യുകയാണ്. കാരണം പുരോഹിതന്മാർ വളരെ എണ്ണം വർദ്ധിച്ചു. അവർക്ക് എല്ലാവർക്കും കൂടെ ദേവാലയത്തിൽ വന്ന് സൂക്ഷിപ്പാൻ കഴിയില്ല. അതിന് ചെയ്ത ക്രമീകരണമാണ്
24 കൂറുകളായിട്ട് വേർതിരിച്ചു. അവരുടെ ഭൃതുഭവന തലവന്മാർ 24 പേരാണ്. ഈ 24 ഭൃതുഭവന തലവന്മാർ ഒന്നിച്ചു വരുമ്പോൾ അവർ ആ പൗരോഹിത്യ കുടുംബത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചിരുന്നു. പുതിയ നിയമ സഭയെക്കുറിച്ച് വായിക്കുമ്പോൾ നാം ദൈവത്തിന്റെ രാജകീയ പുരോഹിതവർഗമാണെന്ന് പത്രോസ് 1 പത്രോസ് 2:5-9 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇവർ ഈ പുതിയ നിയമ യുഗത്തിലുള്ള ലക്ഷോപലക്ഷം വിശുദ്ധന്മാരെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. സിംബോളിക്കലായിട്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിലെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ഇവരവിടെ ഇരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മോട് വാഗ്ദത്തം ചെയ്ത് നമുക്കറിയാം. അവൻ വരുമ്പോൾ നാം അവനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. യേശുക്രിസ്തുവിന്റെ അവസാന പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17:3-25 കർത്താവേ, നീ തന്ന മഹത്വം അവർ കാണണം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവർ എന്നോടുകൂടെ ഇരിക്കണം. കർത്താവിന്റെ അവസാന പ്രാർത്ഥന. ദൈവജനം അവനോടുകൂടെ ഇരിക്കണം. പുതിയ നിയമസഭ അവന്റെ കാന്ത അവനോടുകൂടെ ഇരിക്കണം. അവനത് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും ദൈവത്തിന്റെ സിംഹാസനത്തെക്കുറിച്ച് കാണിക്കുമ്പോൾ ദൈവസിംഹാസനം കണ്ടു, ന്യായവിസ്താര സഭയിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് തന്ന വെളിപ്പാടിൽ ദൈവസിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, അവർ വളരെ അടുത്തിരിക്കുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. വളരെ തർക്കമറ്റ വിധത്തിൽ വീണ്ടും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ നമുക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടുന്നു. പുതിയ നിയമസഭയാണ് ഈ 24 മൂപ്പന്മാരാൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരല്ല, അവരുടെ പുനരുദ്ധാനം കഴിഞ്ഞിട്ടില്ല. ദൂതന്മാരല്ല എന്നുള്ളത് വ്യക്തമായി നമ്മൾ കണ്ടു. 24 കാണിച്ചത് ദൈവസഭയെ മുഴുവൻ കാണിക്കാതെ അതിന്റെ പ്രതിനിധികൾ എന്ന വണ്ണം പൗരോഹിത്യത്തെ പ്രതിനിധീകരിക്കുന്ന 24 പിതാക്കന്മാരെ പോലെ പുതിയ നിയമസഭകളുടെ പ്രതിനിധികളായി അവിടെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അന്തിമ പ്രാർത്ഥന സഫലമായി തീരുന്ന സന്ദർഭം നാം ഒന്ന് ഒരു നിമിഷം ചിന്തിച്ചേ. ദൂതന്മാർ ഇരിക്കുവാൻ മടിക്കുന്ന ഇടത്തിൽ ഞാനും നിങ്ങളും, പാവപ്പെട്ട ഞാനും നിങ്ങളും, പാവികളായിരുന്ന ഞാനും നിങ്ങളും, കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ അവനോട് കൂടെ ഇരിക്കും. അവന്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കും. നാം അവന്റെ പരിജ്ഞാനത്തിൽ വളരെ വലുതായി തീരുമ്പോൾ, അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ കരയുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനാണ് യോഹന്നാനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഈ പുസ്തകം മേടിപ്പാൻ ഇവൻ യോഗ്യനാണ്. ദൈവപരിജ്ഞാനത്തിൽ അവർ പൂർണ്ണതയുള്ളവരായി മാറുകയാണ്. നമ്മുടെ പരിജ്ഞാനത്തിനൊക്കെ ഇന്ന് പരിമിതികളുണ്ട്. നാം അവനെ കാണുമ്പോൾ നമ്മുടെ മോറൽ ഭാഗങ്ങൾ മാത്രമല്ല, അവനെ പോലെ ആയിത്തീരുമ്പോൾ, പരിജ്ഞാനത്തിൽ നമ്മൾ വളരെ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവി എത്ര വലുതാ. ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കുക. ദൂതന്മാരിരിക്കാത്ത ഇടത്തിൽ അവൻ നമ്മെ ഇരുത്തുകയാണ്. അവന്റെ വലത്തുഭാഗത്ത് അവന്റെ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ പോലെ 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരിക്കും. അതോർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. അല്പകാലം നമ്മെ ഇവിടെ അവൻ ആക്കിയിരിക്കുമ്പോൾ അവനെ വിശ്വസ്തയോടെ സേവിപ്പാനും അവൻ നമ്മെ സഹായിക്കട്ടെ. 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിലെ ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ 7 ആത്മാക്കൾ. ദൈവത്തിന്റെ 7 ആത്മാക്കൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ as a fire. പരിശുദ്ധാത്മാവിനെ തീയായിട്ട് പലപ്പോഴും കാണിച്ചിട്ടുണ്ട് വചനത്തിലുണ്ട്. പെന്തിക്കോസ്ത് പെരുന്നാളിലും അഗ്നിജ്വാലയ്ക്കൊത്ത് പിളർന്നിരിക്കുന്ന നാവ് പോലെ, അപ്പോസ്തലപ്രവൃത്തി 2:3, ക്ലോവൻ ടങ്സ് ഓഫ് ഫയർ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. തീയെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിരിക്കുമ്പോൾ അതൊരു സത്യം മനസ്സിലാക്കി തരുന്നു. തീ ശുദ്ധീകരിക്കുന്നു, തീ ഇലുമിനേറ്റ് ചെയ്യുന്നു. തീ കത്തുമ്പോൾ ഇരുട്ടിന് പ്രകാശം കിട്ടുന്നു, ഇലുമിനേഷൻ. പരിശുദ്ധാത്മാവ് വെളിച്ചം തരുന്നു, കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ നടത്തുന്ന വലിയ 2 പ്രക്രിയയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ പരിജ്ഞാനം തരികയും പ്രകാശിതമാക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പെന്തിക്കോസ്ത് പെരുന്നാളിൽ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ, പിളർന്നിരിക്കുന്ന നാവുകൾ വന്ന് പതിഞ്ഞു. ഇന്ന് നമ്മളിവിടെ വായിക്കുന്ന പോലെ
പളുങ്കിനൊത്ത കണ്ണാടി കടലിന്റെ മുന്നിൽ ഈ ജ്വലിക്കുന്ന ദീപങ്ങളായി അവിടെ നിൽക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പളുങ്കിനൊത്ത കടൽ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ക്ലിയർ ആസ് ക്രിസ്റ്റൽ, സീ ഓഫ് ഗ്ലാസ്, ക്ലിയർ ആസ് ക്രിസ്റ്റൽ. യാതൊരു ഊനമോ പൊടിയോ ഒന്നുമില്ലാതെ ഒരു ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ ഒരു കടല് സിംഹാസനത്തിന് മുന്നിലുണ്ട്. അതിൽ ഈ ജ്വാല, പരിശുദ്ധാത്മാവിന്റെ ജ്വാല കത്തിക്കൊണ്ടിരിക്കുകയാണ്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ മിന്നലും നാദവും ഈ ക്രിസ്റ്റൽ ക്ലിയറായ ഗ്ലാസ് പോലെ കിടക്കുന്ന അവന്റെ മുന്നിലുള്ള പളങ്ക് കടലിൽ തട്ടിയിട്ട് അതിങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. സ്വർഗീയ വെളിപ്പാടിന്റെ മഹത്വം എത്ര വലുതാണ്. അവനെ ആ പ്രകാശം ആ വിധത്തിൽ പരത്തുമ്പോൾ അടുത്തുകൂടാൻ വയ്യാത്ത, വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അവൻ വസിക്കുന്നു. ആ പളുങ്കിനൊത്ത കണ്ണാടി കടലിൽ സിംഹാസനത്തിൽ നിന്ന് വരുന്ന മിന്നൽ, ആ വലിയ പ്രകാശം വെട്ടിത്തിളങ്ങുമ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അവൻ വസിക്കുന്നു എന്നുള്ളത് അന്വർത്ഥമായി, സത്യസന്ധമായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. എന്നാൽ യെശയ്യാവ് 57:20 നമ്മൾ വായിക്കുന്നു, ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാണ്, അതിനടങ്ങിയിരിക്കാൻ കഴിയില്ല, അതിന്റെ വെള്ളം ചേറും ചെളിയുമായി മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർ കലങ്ങിമറിഞ്ഞ കടൽ പോലെ, ചേറും ചെളിയും പാപവും ഒക്കെ അങ്ങനെ കലർന്ന് ഇളകിമറിഞ്ഞ് കിടക്കുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ അചഞ്ചലമായ, ചലനമറ്റ ആ കടല്, അവന് ഗതിഭേദത്താൽ ആച്ഛാദനമില്ല. അതാണ് നമ്മൾ വീണ്ടും നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ കണ്ടത്. ആ ബോട്ടിൽ ക്ഷീണിതനായി തലവെച്ചുറങ്ങുമ്പോൾ കടലെല്ലാം ഇളകി മറിഞ്ഞ് ആ ശിഷ്യന്മാർ അലറിക്കരയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ബോട്ടിൽ തലവെച്ച് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവന്റെ സമാധാനത്തെ കെടുത്തി കളയുവാൻ ആർക്കും കഴിഞ്ഞില്ല. വചനത്തിൽ വായിക്കുന്നത് ദൈവസമാധാനം. അവന്റെ മുന്നിലുള്ള കടല് അതൊരിക്കലും ചലിക്കുന്നില്ല. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. നാം ആരാധിക്കുന്ന, സേവിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ജീവൻ തന്ന ദൈവം എത്രയോ വലിയ ദൈവം. അവന്റെ മഹത്വം എത്ര വലുത്. അവന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചെങ്കിലും സകലത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6-ാം വാക്യം തുടങ്ങി കെരൂബുകളെ കുറിച്ച് കാണാൻ പോവുകയാണ്. ഞാൻ കെരൂബുകളെ കുറിച്ച് അല്പം വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവസിംഹാസനത്തോട് അടുത്തിരിക്കുന്ന കെരൂബുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൂതന്മാർ ഇരിക്കുവാൻ മടിക്കുന്ന ഇടത്തിൽ കർത്താവ് നമ്മെ ഇരുത്തുകയാണ്. അവനെ നമുക്ക് ആത്മാർത്ഥമായി സേവിക്കാം. ജീവിതത്തിൽ അവൻ നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് ധൈര്യപ്പെടാം. അവനെ നമുക്ക് ആരാധിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.